ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോൾ ഒക്കെ തന്നെ കുട്ടികൾക്ക് അലർജി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് പാലിലിട്ട് കൊടുക്കണമൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണല്ലോ. ഇതുപോലെ ചെറിയ അളവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് വെയിലൊന്നും വേണമെന്നില്ല. ഇപ്പം മുറ്റില്ലാത്തവരാണെങ്കിലും അതുപോലെ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മഞ്ഞൾ ഏകദേശം 1.5 കിലോൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലത്തെ ആ നാരുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് പിന്നെ ചീത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കളയുക. എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരതിയിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യമൊന്നും കഴുകിയാൽ പോരാട്ടോ, ഒരു 5 പ്രാവശ്യത്തോളം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുള്ള എല്ലാ ആവശ്യത്തിനും മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ ഉണക്കി പൊടിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5-6 കിലോന് വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് ഇതിനായിട്ട് മെനക്കെടേണ്ടി വരില്ല. പിന്നെ നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിനാൽ തന്നെ വെയിലത്തിട്ടിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്താൽ ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒരതിയിട്ട് കഴുകിയെടുക്കുക. പിന്നെ ഈ മഞ്ഞൾ കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് ഒന്നും അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുറച്ച് നല്ല വെള്ളം എടുക്കുക, അതിലേക്ക് ഈ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഈ മഞ്ഞളിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം മതി. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഒരുപാട് അങ്ങ് വെന്തു പോവരുത്. നമ്മളിതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോരണം, ആ രീതിയിലാണ് പുഴുങ്ങിയെടുക്കേണ്ടത്. ഇടയ്ക്കൊന്നിങ്ങനെ തുറന്ന് നോക്കുക. കണ്ടില്ല, നല്ല മഞ്ഞ കളറോടെ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കുക. പായിട്ടില്ല. ഇതങ്ങ് തുറന്നു നോക്കിയപ്പോഴേ വീട് മൊത്തം നല്ല ഫ്രഷ് മഞ്ഞളിൻ്റെ സ്മെല്ലാണ്. ഇത് ശ്വസിക്കുന്നത് നല്ലതാണല്ലോ, നമ്മൾ കഫക്കെട്ടിനൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവി പിടിക്കുമല്ലോ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിന് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് ഒടിയുന്നുണ്ട്. ഒരുപാട് നേരം ഇനി വേവിച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ആ മഞ്ഞ കളറൊക്കെ അങ്ങ് നഷ്ടപ്പെടും. ഇനി ഇതാ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവി ഒന്ന് പോയതിന് ശേഷം നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ചൂടില്ലാത്ത രീതിയിലാവണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മൾ നല്ല വെയിലത്ത് ഇടുകയെങ്കിൽ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണ്ട. ഇതിപ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കളറുണ്ട് മഞ്ഞളിന് കേട്ടോ. ഇതിൻ്റെ തോലൊന്നും കളയണില്ല കേട്ടോ. ലാസ്റ്റ് ഉണങ്ങി വരുമ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരതി കൊടുത്തു കഴിഞ്ഞാൽ തോലൊക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം ഞാനിവിടെ ബാൽക്കണിയിൽ തുണി വിരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം നമുക്കിത് ഉണങ്ങി കിട്ടാൻ 1 മാസത്തോളം വേണം. ഇപ്പം ഇതാ ഫസ്റ്റ് ഡേ ആണിത് കേട്ടോ. ഇതുപോലെ ഞാൻ 1 മാസത്തോളം ഇങ്ങനെ ബാൽക്കണിയിൽ ഇട്ടിട്ടാണ് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ വെയിലിൽ ഇട്ടിട്ട് ഉണക്കുകയാണെങ്കിൽ ഒരു 1.5 ആഴ്ച കൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 5 ദിവസം ആകുമ്പോഴേക്ക് ഇതിങ്ങനെ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നറിയാമോ, ഇത് തുണിയിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഡെയിലി സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. വെറും 5 ദിവസം ആകുമ്പോഴേക്ക് തന്നെ മഞ്ഞൾ ഈ ഒരു രീതിയിൽ ഉണങ്ങി കിട്ടും. പിന്നെ അതാ 15 ദിവസം ആകുമ്പോൾ ഈ ഒരു രീതിയിലും ആയി കിട്ടും. ലാസ്റ്റ് ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊടുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോരണം. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി കിട്ടും ചെയ്യും. 1 മാസം കൊണ്ടാണ് അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്നും പോരാ, ഇനി വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മീതെന്നൊക്കെ എടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഏറ്റവും അടിയിൽ ഇതിൻ്റെ തൊലി ഇളകി വന്നതുണ്ടാവും, അത് നമുക്ക് കളയാം. മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അലർജി ഉള്ളവരാണെങ്കിൽ ഡെയിലി 1 ഗ്ലാസ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാച്ചിയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ മഞ്ഞളൊക്കെ പാനിലേക്ക് ഇട്ട് ഇനി ബാക്കിയുള്ള ഇത് വേസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ തൊലിയാണ്, നമുക്കിത് കളയാം. ഇനി അടി കട്ടിയുള്ള ഒരു പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ ദോശത്തവയാണ് വെച്ച് കൊടുത്തത് ഇൻഡാലിയത്തിൻ്റെ. അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ പാൻ വെച്ച് കൊടുക്കുക. മഞ്ഞൾ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം
ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ, കളറ് നഷ്ടപ്പെടാതെ വേണം ഇത് മൊരിയിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് നഷ്ടപ്പെടും. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടേക്കും നീങ്ങാൻ പാടില്ലേ. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വേസ്റ്റായി പോവും. കൈയെടുക്കാതെ ഇതുപോലെ അങ്ങ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെ ഇത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിങ്ങനെ ഒടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോണം. അപ്പം നമുക്ക് ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ചെയ്യും. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യത്തെ ആ ഒരു കട്ട് ചെയ്യണതും അങ്ങനെയുള്ള ഒരു ക്ലീൻ ചെയ്യണമൊക്കെ ബുദ്ധിമുട്ടില്ലേ, അത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ അത് അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, കാരണം അധികം കച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇതിന്ന് എടുത്ത് നോക്കാം, ഇത് പൊട്ടുന്നുണ്ടാന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊട്ടിപ്പോയിരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നോക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി ഈ ഒരു ചൂടോടെ തന്നെ നമുക്കിത് ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒറ്റയടിക്കൊന്നും ഇത് പൊടിഞ്ഞു കിട്ടൂല കേട്ടോ, 2-3 പ്രാവശ്യം ആക്കിയിട്ട് അടിച്ചെടുക്കണം. അതുപോലെ അരിച്ചെടുത്താൽ വീണ്ടും തരികൾ ഉണ്ടാവും, അത് വീണ്ടും പോയിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തരികളൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വീട്ടാവശ്യത്തിനുള്ള മല്ലി മുളകൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കാറ്, മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിക്കാറില്ല. പക്ഷെ കുറഞ്ഞ അളവിൽ 1/2 കിലോ വാങ്ങിച്ചിട്ടാണ് പൊടിക്കാറ്. അങ്ങനെ ആകുമ്പോൾ മസാലക്ക് ടേസ്റ്റ് നഷ്ടപ്പെടില്ല. ഇപ്പോൾ അതാ അരിച്ചെടുത്തപ്പോൾ ഇത്രയും തരികളുണ്ട്. ഇനി വീണ്ടും പോയിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് പൊടിച്ച് കൊണ്ടുവരാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്താലും വീണ്ടും തരികളുണ്ടാവും. ഒട്ടും തൈകളില്ലാതെ ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ മില്ലിൽ തന്നെ കൊടുത്തിട്ട് പൊടിപ്പിക്കണേ. അപ്പോൾ ഇത് നമ്മൾ കളയണ്ട. ഇത് വേറൊരു ജാറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങയുടെ കൂടെ അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു അളവിൽ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. പാലിലിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ളതിന് അങ്ങനെ. പിന്നെ ഫേസിൽ തേക്കാനും അതുപോലെ പ്രസവിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ ബോഡി മൊത്തം തേക്കാനും എല്ലാം നമുക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെതാ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.